വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിങ്ങനെ പുതിയ വീഡിയോ ഇട്ട് വന്നിരിക്കുന്ന ഡേ ഇൻ മൈ ലൈഫ്. സോ ഇന്ന് ഭയങ്കര ഒരു ടൈറ്റ് സ്കെഡ്യൂൾ ആണെന്നൊക്കെ പറയാം. സോ ഇന്നത്തെ ഡേ വി ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. സോ ഇന്ന് നമുക്കൊരു ടീം ഡിന്നർ ഉണ്ട്. വി ആർ ഗോയിങ് ടു ഒബൈ തമാറ ഫോർ ദാറ്റ്. പിന്നെ എൻ്റെ അവിടെ ഉള്ള എൻ്റെ കമ്പനിയിൽ തന്നെ ഉള്ളൊരു സാറിന് എനിക്കൊരു ഗിഫ്റ്റ് ചെയ്യണം എന്നുണ്ട്. സോ വി ഹാവ് ടു പർച്ചേസ് ഇറ്റ്. അപ്പോൾ ലുലു അതിന് പോകണം. ആൻഡ് എനിക്കൊന്ന് ത്രെഡിങ് ഒക്കെ ചെയ്യണം. സോ വി ഹാവ് ടു ഗോ ടു എ പാർലർ ടു. സോ ഇപ്പം നമ്മൾ നേരെ പാർലറിൽ പോകുന്നു. വി വിൽ ഡു ത്രെഡിങ് ആൻഡ് ദെൻ വി ഗോ ടു ലുലു മോൾ. എന്നിട്ട് ഇവിടെ വന്ന് ഫ്രഷായി റെഡി ആയിട്ട് 7:30 ഡിന്നർ ഫിക്സ് ചെയ്തിരിക്കുന്നവർ. സോ ഇതാണ് ഇന്നത്തെ ഒരു ഐറ്റിനറി. സോ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ ഇറങ്ങാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദിസ് വീഡിയോ. സോ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. സോ പാർലറിൽ പോയില്ല, ഡയറക്റ്റ് ഞാൻ ലുലുവിലാണ് വന്നേക്കുന്നത്. ബിക്കോസ് ഞാൻ വന്ന വഴി മാറിപ്പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് വഴിയുണ്ട്. ഹൈവേ ലൈക്ക് ബൈപ്പാസ് കയറുന്ന ഒരു ഈസി റൂട്ടുണ്ട്. അപ്പം ഇങ്ങനെ അതിൽ കയറാൻ വേണ്ടിയിട്ട് വലിയ കാര്യത്തിലേക്ക് വന്നു. പക്ഷെ പാർലറിൽ പോകണമെങ്കിൽ ആ വഴിയല്ല. കുഴപ്പമില്ല, നമുക്ക് ലുലു കഴിഞ്ഞിട്ട് എന്തായാലും പാർലറിലോട്ട് പോകാം. ഇനി ലെറ്റ്സ്. സോ ഇവരിവിടെ അല്ല, ലൈക്ക് ചോദിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ നട്ട്സിൻ്റെ ഹാമ്പറായിട്ട് വേറെ കാണിക്കുന്നില്ല. ഇവർ ഈ കാണിക്കുന്ന ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് റോസ്റ്റഡ്, ഒന്ന് പ്ലെയിനുമാണ്. അല്ലാതെ വേറെ ഓപ്ഷൻ കാണിക്കുന്നില്ല. അല്ലാതെ ഇങ്ങനെ സെപ്പറേറ്റ് എടുക്കാൻ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ നോക്കാം. വി നീഡ് എ ഗിഫ്റ്റ് ഹാമ്പർ. സോ ഗൈസ്, ലുല്ലു മൊത്തം ഞാൻ അരിച്ചു ഇറക്കി. ഇവിടെ കിട്ടാനില്ല ഞാൻ ഉദ്ദേശിച്ച സാധനം. ഉണ്ട്, ഇവര് റോസ്റ്റഡ് അങ്ങനത്തെയൊക്കെയാണ്. അപ്പം എനിക്കതൊന്നും ഒരു ഭംഗി തോന്നുന്നില്ല. ബോക്സസ് നോർമൽ പ്ലാസ്റ്റിക് ബോക്സിലൊക്കെയാണ്. അപ്പം ഗിഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കണമല്ലോ. അതാണ് എൻ്റെ ഒരു ഇത്. എന്തായാലും ഞാൻ പിന്നെ മഹാബലിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനെ വിളിച്ചപ്പോഴത്തേക്ക് അവിടെ ഇല്ല. അതുപോലെ അഡ്വൻ ഡേറ്റ്സിൽ വിളിച്ചപ്പോഴത്തേക്ക് അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കണം. അപ്പം അതിന് ടൈം എടുക്കും. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്തായാലും ലെറ്റ്സ് സീ. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും കഴക്കൂട്ടത്തോട്ട് പോകുന്നുണ്ട്, അവിടെയും കൂടെ ഒന്ന് നോക്കാം. ഗൈസ്, ഐ എം റിയലി ഡിസപ്പോയിൻറ്റഡ്. എനിക്ക് കിട്ടിയില്ല. എനിക്കറിയത്തില്ല. ലുലുമോള് മൊത്തം തപ്പി, അല്ലാതെ കുറേ സ്ഥലത്ത് എനിക്കറിയാവുന്ന കുറേ സ്ഥലങ്ങളിൽ ഞാൻ വിളിച്ചു നോക്കി. ഐ ഡൺ സോ മെനി തിങ്. ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം എനിക്ക് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ഇൻസ്റ്റാമാർട്ട് തന്നെ ഷെയർണം. എന്തായാലും ഞാൻ ത്രെഡ് ചെയ്തിട്ട് വന്നു. അവിടുത്തെ കൂടുതൽ ക്ലിപ്സ് ഒന്നും വെക്കാൻ പറ്റിയില്ല. മഴയും ഫുൾ റഷായിരുന്നു അവിടെ. സോ ചെറിയൊരു ക്ലിപ്പ് മാത്രമേ നിങ്ങൾ മുന്നേ കണ്ട മാത്രമേ വെച്ചിട്ടുള്ളൂ. അതിവിടെ അശ്വതി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പാർലറാണ്. എനിക്ക് ആക്ച്വലി ഞാൻ ത്രെഡിങ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അതായത് എനിക്ക് 60 സ്ഥലത്ത് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് 2 സ്ഥലം, കഴക്കൂട്ടത്ത് ഞാൻ 2 സ്ഥലത്ത് ചെയ്യാറുള്ളൂ. ഒന്ന് റീൻസ് എന്ന് പറഞ്ഞിട്ട്, അത് ഈ ഫേസ് വണ്ണിൻ്റെ ഓപ്പോസിറ്റ് ആണ്. പക്ഷേ അവിടെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അവർ നിർത്തിയതാണോ എന്താണോ എന്ന് അറിയത്തില്ല. കുറേ നാളുകളായിട്ട് ക്ലോസ്ഡ് ആണ്. ഞാൻ എല്ലാ മാസവും ത്രെഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പം ഞാൻ ഈ കഴക്കൂട്ടത്ത് വന്ന സമയത്ത് പള്ളിനട, ഈ ടെക്നോ പാർക്ക് ഫേസ് വണ്ണിൻ്റെ ഓപ്പോസിറ്റ് ബാക്ക് സൈഡ് ഒരു സ്പേസ് ഉണ്ട്, അത് പള്ളിനട എന്ന് പറയും. സോ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത്. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ കൊച്ചു കൊച്ചു ഇതുപോലത്തെ കടകളോ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ആ സമയത്ത് ഇതുപോലെ അശ്വതി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പാർലറുണ്ട്. ഇത് കുഴപ്പമില്ല, ഓക്കെയാണ്. നമ്മൾ പറഞ്ഞു കൊടുത്തവരതുപോലെ ചെയ്തു തരും. അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് ഇവിടെ വിശ്വാസമായിട്ട് എനിക്ക് പോയി ത്രെഡ് ചെയ്യാൻ പറ്റുന്നൊരു ഷോപ്പ്. ഇതുപോലെ തന്നെ എൻ്റെ അവിടെ ആണെങ്കിലും വേറെ 2-3 ഷോപ്പുകളുണ്ട്. അപ്പം എല്ലാവർക്കും, നിങ്ങൾക്ക് അങ്ങനെയാണോ അറിയത്തില്ല, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. സോ എന്തായാലും അവർ കുഴപ്പമില്ല, പറഞ്ഞു കൊണ്ട് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്തായാലും 4:15 കുഴപ്പമില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ എത്തി അല്ലേ. നമ്മൾ പോയപ്പോൾ ഒരു 2:45 ആ റേഞ്ചൊക്കെ അല്ലേ. പെട്ടെന്ന് എത്തി. നമ്മൾ എന്തെങ്കിലും കാര്യം നടന്നില്ല, അതിനൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ഞാൻ. എന്തായാലും നമുക്ക് ഇനി ഇൻസ്റ്റാമാർട്ടിൽ കൂടെ വാങ്ങാം. സോ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഫ്രഷായി റെഡിയായി 7:15 റേഞ്ചിന് അവിടെ തമാര നിൽക്കുന്ന പോലെ നമുക്ക് പോവാം. സോ ഇനി ബാക്കി വിശേഷങ്ങൾ അപ്പം കാണാം. സോ അങ്ങനെ ഞാൻ റെഡിയായി, ഫ്രഷായി റെഡിയായി ഇങ്ങനെ നിൽക്കുവാണ്. സോ ഞാനിപ്പോൾ വണ്ടിയിൽ പോകാൻ നോക്കിയപ്പോഴത്തേക്ക് മഴക്കോളുണ്ട്. ചിലപ്പോൾ മഴ പെയ്യുവാണെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഓഫീസിലുള്ളവരുടെ കൂടെ ഞാൻ ഒരുമിച്ചൊന്ന് കാറിൽ പോകാമെന്ന് കരുതി. സോ അവർ വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവും. ഓഫീസിൽ കൊണ്ട് വണ്ടി വെച്ചിട്ട് അവരുടെ കൂടെ അങ്ങ് പോകാമെന്ന് കരുതി. ഞാൻ എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു വൈറ്റ് ഡ്രസ്സ്, വൈറ്റ് ആണ്, ഓക്കെ, വൈറ്റ് ഡ്രസ്സ്. സോ ഒരു മിഡി ബോഡിക്കോൺ ഡ്രസ്സാണ്. അപ്പോൾ എന്തായാലും ബാക്കി പോകെ നിങ്ങൾക്ക് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റും എവരിത്തിങ് കാണാൻ പറ്റും. സോ എന്തായാലും ഇനി അവിടെ പോയിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മളിതാ ദിവൻ ചേട്ടന്റെ കാറിൽ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹായ് പറ. ഹായ്. കാണുന്നില്ല. നല്ല മഴയുണ്ട്, നമുക്കപ്പോൾ പോയിട്ട് കാണാം.
കുറവാക്കി ബ്ലോഗ് എങ്ങനെയുണ്ട് റോഡിലെ തിരക്കുകളൊക്കെ? എന്നിട്ട് മൈക്ക് തരാം, മൈക്ക് ഞാൻ പറയില്ല, നീ ഇതെടുക്കാനാണ് ഭാഗ്യക്ക് ശരിയായി ഗൈസ്. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. അങ്ങനെ നീണ്ട ഒരു ട്രാഫിക്കിനൊടുവിൽ നമ്മളിതാ എത്തിയിരിക്കുന്നു ഗൈസ്. ാണ് നമ്മൾ വന്നപ്പോ വെയിറ്റ് കാരണം ഓവർലോഡായി നമ്മളെ പുറത്തിറക്കി വിട്ടേക്കാണ്. എന്റെ ബ്ലോഗ് നടക്കണം. ഹായ് പറയൂ. നമ്മളിത് ഫോട്ടോ എടുക്കാൻ വന്നേക്കാണ്. ഡിബിൻ ഫോട്ടോഗ്രാഫർ കഷ്ടപ്പെട്ട് ഫോട്ടോ എടുക്കുന്നു. അങ്ങനെയല്ല, ഞങ്ങള് സ്റ്റാർട്ടറൊക്കെ എടുത്തു. മാംഗോസ് എത്തി. നല്ല ഫുഡാണ്. ചിലത് ഉളഞ്ഞു. ടു ബി ഫ്രാങ്ക് ഗായ്സ്, ഹായ് പറ ഗായ്സ്. ഹായ് പറ. ഹായ്. സോ ഗായ്സ്, നമ്മളിവിടെ ഫുഡൊക്കെ കഴിച്ചു. വി ആർ ഫുൾ ഓൺ ടമ്മി. സോ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല മഴയുണ്ട്. സോ ഇനിയിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി സെഷൻ കൂടെ ഉണ്ട് നമുക്ക്. സോ നമ്മുടെ ഷിക്കാഗോയിലുള്ള സിഇഒ ഒരാൾ വന്നിട്ടുണ്ട്. സോ അവരുടെ കൂടെ ഒരു ഫോട്ടോ സെഷനും കൂടെ. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ് ഉണ്ട്. രാത്രി നല്ല രസം. ഈ ലൈറ്റിങ്ങും ബിൽഡിങ്ങും അതുപോലെ മഴയൊക്കെ ആയിട്ട് ഇറ്റ്സ് സോ ഗുഡ്. അവരെന്നെ ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിവേ ഫുഡൊക്കെ നന്നായിരുന്നു. സോ മഴയത്ത് കഷ്ടപ്പെട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. മഴ കാരണം ഞങ്ങളുടെ കാറെല്ലാം നനഞ്ഞു പോയി. Under the boughs where the shadows play, the wind hums songs at the break of day. Whispering pines, secrets untold, carrying tales only the forest holds. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? എന്തോ ഞാൻ കുക്ക് ചെയ്തത്. നമ്മള് ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇനി പോവാണ് തിരിച്ച്. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. Under the boughs where the shadows play, the wind hums